ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് നമുക്കൊരു ബ്രൈഡൽ ഫേഷ്യൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ മുഖത്തിന് നല്ലൊരു തിളക്കവും അതുപോലെ തന്നെ മുഖം നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും പറ്റിയ നല്ലൊരു ഫേഷ്യലാണ് ഈ ബ്രൈഡൽ ഫേഷ്യൽ എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ഫംഗ്ഷനോ അതിന് കല്യാണത്തിനോ ഒക്കെ പോകണമെങ്കിൽ നമ്മുടെ മുഖം നല്ല ബ്രൈറ്റായിട്ടിരിക്കാനും തിളങ്ങാനും ഈ ഒരു ഫേഷ്യൽ മാത്രം ചെയ്താൽ മതി. നല്ല റിസൾട്ടാണ് ഇത് കിട്ടുന്നത്. അപ്പോൾ വീട്ടിലുള്ള 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് ഈ ഫേഷ്യൽ തയ്യാറാക്കിയെടുക്കാം. അപ്പം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്കിത് എങ്ങനെയാണെന്ന് തയ്യാറാക്കുന്നത് നോക്കാം. ഇപ്പം ഞാനിവിടെ ചെറിയൊരു ബൗളിലേക്ക് ഒരു 1 ടീസ്പൂൺ ബേസൻ എടുത്തിട്ടുണ്ട്, നമ്മുടെ കടലപ്പൊടി. അതിനുശേഷം കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മുഖത്ത് എത്രയാണോ വേണ്ടതനുസരിച്ച് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1 ടീസ്പൂൺ തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഇതിലെല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ല ക്രീമി രൂപത്തിൽ നമുക്കിത് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഈ തേനും ഒക്കെ നമ്മുടെ മുഖത്ത് പുരട്ടുമ്പോൾ തന്നെ മുഖം നല്ലൊരു സോഫ്റ്റ്നെസ്സും തിളക്കവും കിട്ടും. അപ്പോൾ നമ്മുടെ പായ്ക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബ്രൈഡൽ ഫേഷ്യൽ പാക്ക്. ഇത് മുഖത്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ്നസ് കിട്ടുകയും ചെയ്യും. നിങ്ങൾക്ക് ആഴ്ചയിൽ 2-3 തവണ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ചെയ്യുന്നത് വളരെ നല്ലതാണ്. മുഖം നല്ലോണം ബ്രൈറ്റ് ആകുകയും നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മുഖത്തിടുന്നത് നോക്കാം. ഈ പാക്ക് ഇടുന്നതിന് മുന്നേ മുഖം നല്ലോണം ഒന്ന് ക്ലെൻസ് ചെയ്യുക. പാലോ അല്ലെങ്കിൽ തണുത്ത ഐസ് ക്യൂബ് ഉപയോഗിച്ചോ നല്ലോണം ഒന്ന് മസാജ് ചെയ്ത ശേഷം നമുക്ക് ഈ പാക്ക് ഇട്ട് കൊടുക്കാം. ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ മാത്രം വെച്ച് കൊടുത്താൽ മതി. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ നമുക്ക് കഴുകിക്കളയാവുന്നതാണ്. നമുക്ക് ഈ പാക്ക് മുഖത്തിട്ട് കൊടുക്കാം. കണ്ണിൻ്റെ താഴെയും ഒക്കെ പുരട്ടിക്കഴിഞ്ഞാൽ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പുകളൊക്കെ പെട്ടെന്ന് പോവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ കയ്യിലും ഒക്കെ ഇട്ട് കൊടുക്കാം. കയ്യിലുള്ള കറുത്ത പാടുകളും ഒക്കെ വിട്ടുപോകും. അപ്പം നിങ്ങളിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കുമ്പോൾ കസ്തൂരി മഞ്ഞളോ അല്ലെങ്കിൽ നിങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്ന പാക്കറ്റ് മഞ്ഞൾപ്പൊടി ചേർക്കാതിരിക്കുക. നമുക്ക് മഞ്ഞൾ മേടിച്ച് പൊടിച്ചത് മാത്രം ഉപയോഗിക്കുക. ഇത് നമുക്ക് കഴുത്തിലും ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഈ ബ്രൈഡൽ ഫേഷ്യൽ പാക്ക് മുഖത്തും കഴുത്തിനും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റിന് ശേഷം നമുക്ക് തണുത്ത വെള്ളത്തിൽ കഴുകിക്കളയാം. മുഖത്ത് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.